പീപ്പിൾ എക്സ്ക്ലൂസീവ് മൂന്നാർ പള്ളിവാസൽ വില്ലേജിൽ ആരോഗ്യവകുപ്പിന്റെ 2.6 ഏക്കർ ഭൂമി എറണാകുളം കേന്ദ്രീകരിച്ച ഭൂമാഫിയകൾ കയ്യേറി. 2014 നടന്ന കയ്യേറ്റം മുഖ്യധാരാ മാധ്യമങ്ങൾ അടക്കം മറച്ചുവെച്ചു. കോടികൾ വില വരുന്ന സർക്കാർ ഭൂമിയിൽ കയ്യേറ്റം നടന്നതായുള്ള തഹസിൽദാർ കളക്ടർക്ക് സമർപ്പിച്ച റിപ്പോർട്ടിന്റെ പകർപ്പ് പീപ്പിൾ ടിവിക്ക് ലഭിച്ചു. മൂന്നാർ പള്ളിവാസൽ വില്ലേജിലെ ചിത്തരപുരം സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിന് 1969 KSEBിൽ നിന്നും ആരോഗ്യവകുപ്പ് വാങ്ങിയ 13.5 ഏക്കർ ഭൂമിയിൽ നിന്നും 2.6 ഏക്കർ ഭൂമിയാണ് റവന്യൂ ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ സ്വകാര്യ വ്യക്തി കൈക്കലാക്കിയത്. സർവേ നമ്പർ 222-ൽ 2, 222-ൽ 3, 223 എന്നിവയിൽപ്പെട്ട 2.6 ഏക്കർ ഭൂമിയാണ് കയ്യേറിയത്. കോടികൾ വിലമതിക്കുന്ന ഭൂമിയിലാണ് കയ്യേറ്റം നടന്നത്. കയ്യേറ്റം സംബന്ധിച്ച് ആശുപത്രി അധികൃതർ നിരവധി പരാതികൾ നൽകിയിട്ടുണ്ട്. ജില്ലാ കളക്ടർക്കടക്കം നൽകിയ പരാതിയിൽ ഇനിയും നടപടി സ്വീകരിച്ചിട്ടില്ല. ഭൂമിയുടെ കരമൊടുക്കുന്നത് വില്ലേജ് രേഖകൾ പ്രകാരം എറണാകുളം സ്വദേശിയായ ആരോഗ്യവകുപ്പിലെ തന്നെ ഒരു ജീവനക്കാരനാണെന്നും പരാതിയിൽ പറയുന്നുണ്ട്. പരാതി അന്വേഷിച്ച തഹസീൽദാർ കയ്യേറ്റം നടന്നതായി ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. എന്നാൽ ഭൂമി തിരിച്ചുപിടിക്കാനുള്ള നടപടിക്ക് ജില്ലാ ഭരണകൂടം ഇനിയും തയ്യാറായിട്ടില്ല. സർവേ ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ നടന്ന കയ്യേറ്റത്തിൽ കുറ്റക്കാർക്കെതിരെ വകുപ്പ് തല നടപടി പോലും ഇനിയും ഉണ്ടായിട്ടില്ല. കയ്യേറ്റം തടഞ്ഞ് ഭൂമി വീണ്ടെടുക്കാൻ ആയില്ലെങ്കിൽ കോടികളുടെ സ്ഥലമാകും സർക്കാരിന് നഷ്ടമാകുക. ലെസ്ലി ജോൺ, ഇടുക്കി. വിശദാംശങ്ങൾ ലെസ്ലി നൽകും. ലെസ്ലി, കയ്യേറ്റം ഉറപ്പുവരുത്തുന്ന രേഖകളാണ് പുറത്തേക്ക് പീപ്പിൾ TV മുന്നോട്ട് വയ്ക്കുന്നത്, പുറത്തേക്ക് വിടുന്നത്. അതിൽ വ്യക്തമാവുകയാണോ കയ്യേറ്റം തന്നെയാണെന്ന്? തീർച്ചയായും പ്രജീഷ്, മൂന്നാർ മേഖലയിൽ ഉണ്ടാകുന്ന വലിയ കയ്യേറ്റങ്ങളുടെ ചെറിയ പതിപ്പാണ് ഇപ്പോൾ പുറത്തുവിടുന്നത്. ഏത് തരത്തിലാണ് കയ്യേറ്റങ്ങൾ ഉദ്യോഗസ്ഥ തലത്തിലേക്ക് സഹായങ്ങൾ എത്തുന്നത് എന്നതിന്റെ നേർരേഖ കൂടിയാണ് നമ്മൾ പുറത്തുവിട്ട ഈ വാർത്ത. 1969 സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിനായി 13.5 ഏക്കർ ഭൂമി KSEBിൽ നിന്നും ആരോഗ്യവകുപ്പ് ഏറ്റെടുക്കുന്നത്. ഇതിന് KSEBിക്ക് വില നൽകിയാണ് ഈ ഭൂമി ഏറ്റെടുത്തത് എന്നുള്ള പ്രത്യേകതയും ഉണ്ട്. പ്രദേശത്തെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുന്നതിന് വേണ്ടി ആരോഗ്യവകുപ്പിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ ഉയർത്തുകയും മെച്ചപ്പെട്ട ആരോഗ്യമേഖലയിൽ മെച്ചപ്പെട്ട ചികിത്സാ സംവിധാനങ്ങൾ ഒരുക്കുന്നതിന്റെയും ഭാഗമായിരുന്നു ഇത്തരത്തിൽ ചിത്രപുരം സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിന് ഇത്തരത്തിൽ ഭൂമി ഏറ്റെടുത്തത്. എന്നാൽ ഈ ഭൂമിയിൽ നിന്നും 2.6 സെന്റ് ഭൂമിയാണ് ഏക്കർ കയ്യേറ്റപ്പെട്ടിരിക്കുന്നത്. 3 സർവേ നമ്പറിലായി ഉണ്ടായിരുന്ന ഭൂമിയുടെ ഉടമസ്ഥാവകാശത്തിൽ ചില സംശയങ്ങൾ തോന്നിയ ആരോഗ്യവകുപ്പ് അധികൃതർ തന്നെയാണ് ഇത് സംബന്ധിച്ച് വിവരാവകാശ രേഖ ആവശ്യപ്പെട്ടുകൊണ്ട് സർവേ റെക്കോർഡ്സിന്റെ ജില്ലാ ഓഫീസിലേക്ക് ഒരു അപേക്ഷ നൽകുന്നത്. ഇതനുസരിച്ച് ലഭിച്ച സ്കെച്ചിലാണ് ഈ 3 സർവേ നമ്പറിലായി 13.5 ഏക്കർ ഭൂമി സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിന്റെ പേരിലുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാകുന്നത്. എന്നാൽ സർവേ വകുപ്പിനെ സമീപിക്കുകയും തുടർന്ന് നടത്തിയ സർവേയിൽ ഇത്രയും ഭൂമി 2.6 ഏക്കർ ഭൂമി മറ്റൊരു തണ്ടപ്പേരിലേക്ക് മാറ്റപ്പെട്ടിരിക്കുന്നു എന്നുള്ള വസ്തുത മനസ്സിലാക്കുന്നത്. ഈ തണ്ടപ്പേരിലും ഇതിന് കരമൊടുക്കുന്ന വില്ലേജ് രേഖകൾ പ്രകാരം മുൻപ് ഈ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ ജോലി ചെയ്തിരുന്ന ഒരു വ്യക്തിയുടെ പേരിലാണ് ഇത്തരത്തിൽ കരമൊടുക്കുന്നത് എന്ന് മനസ്സിലാക്കുകയുണ്ടായി. 2 തണ്ടപ്പേരിലേക്ക് ഈ ഭൂമി മാറ്റപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യവും മനസ്സിലായിട്ടുണ്ട്. ഒരു തണ്ടപ്പേരിലുള്ള ജീവനക്കാരന്റെയും മറ്റൊന്നും എറണാകുളത്തെ പ്രമുഖനായ ഒരു വ്യവസായിയുടെയും പേരിലാണ് ഈ ഭൂമി നിലവിൽ വില്ലേജ് രേഖകളിൽ ഉണ്ടായിട്ടുള്ളത്. ഇതെല്ലാം പുനഃസ്ഥാപിച്ച് നൽകണമെന്ന് ആവശ്യപ്പെട്ട് വീണ്ടും ആശുപത്രി അധികൃതർ ജില്ലാ കളക്ടറെ സമീപിക്കുകയും ഇവർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ തഹസീൽദാർ നടത്തിയ പരിശോധനയിൽ ഇത്തരത്തിൽ കയ്യേറ്റം നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം ബോധ്യപ്പെടുകയും ചെയ്തു. ഇത്തരത്തിൽ കയ്യേറിയവരെ തഹസീൽദാർ വിളിച്ച് ഇവരെ ഹിയറിംഗ് നടത്തിയതിനു ശേഷം ഇവർ ഭൂമി വിട്ടു നൽകാമെന്നുള്ള വാക്കാലുള്ള ഉറപ്പും നൽകിയിട്ടുണ്ട് എന്ന് കളക്ടർക്ക് തഹസീൽദാർ നൽകിയ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട്. എന്നാൽ 2014 നടന്ന ഈ നടപടിക്രമങ്ങൾ ഒന്നും തന്നെ നാളിതുവരെ പാലിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. കാര്യം ജില്ലാ ഭരണകൂടമാണ് ഭൂമി തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ആരംഭിക്കേണ്ടിയിരുന്നത്. എന്നാൽ വലിയ രാഷ്ട്രീയ സ്വാധീനമുള്ള വ്യവസായ പ്രമുഖരുടെ ഈ കയ്യേറ്റത്തിനെതിരെ നടപടിയെടുക്കാൻ ജില്ലാ ഭരണകൂടം നാളിതുവരെ തയ്യാറായിട്ടില്ല എന്നാണ് രേഖകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏകദേശം ടൂറിസം
മേഖലയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന പള്ളിവാസൽ വില്ലേജിൽ അടങ്ങിയതാണ് ഈ ഭൂമി. കോടികൾ വിലമതിക്കുന്ന ഈ സർക്കാർ ഭൂമിയിലാണ് കയ്യേറ്റം നടന്നു എന്ന് ബോധ്യപ്പെട്ടിട്ടും ഇത് വീണ്ടെടുക്കാനുള്ള നടപടി. തീർച്ചയായും ലെസ്ലി, കയ്യേറ്റം നടന്നു എന്ന് ബോധ്യപ്പെടുന്നു. 2014 സംഭവം ഉണ്ടാകുന്നത്. കളക്ടർ റിപ്പോർട്ട് കൂടി ഇത്തരത്തിൽ തഹസീൽദാറിന്റെ റിപ്പോർട്ട് കൂടി ഇത്തരത്തിൽ മുന്നോട്ട് കളക്ടർക്ക് സമർപ്പിക്കപ്പെടുന്നു. എന്നിട്ടുകൂടി യാതൊരു നടപടിയും ഇതുവരെയും എടുക്കാത്തതിൻ്റെ സാഹചര്യം പ്രാദേശികമായി ഉള്ള ഉദ്യോഗസ്ഥരുടെ അടക്കമുള്ള ഒത്താശ ഇക്കാര്യത്തിൽ ലഭിച്ചിട്ടുണ്ടോ? രാഷ്ട്രീയ നേതാക്കളുടെ അടക്കമുള്ള പിൻബലം ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നുണ്ടോ? അത് സംബന്ധിച്ച് എന്തേ ഇത്ര കാലതാമസം ഇക്കാര്യത്തിൽ വരുന്നു എന്നത് സംബന്ധിച്ചുള്ള വിശദീകരണം. പ്രദേശ് പ്രാദേശിക രാഷ്ട്രീയ നേതാക്കന്മാരെ മുൻപും ഇത്തരത്തിലുള്ള കയ്യേറ്റങ്ങളിൽ ചെറിയ തോതിലുള്ള സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ടെങ്കിലും ഇക്കാര്യത്തിൽ ഇവർ വളരെ സത്യസന്ധമായ നിലപാടിൽ തന്നെയാണ് നിലയുറപ്പിച്ചിരിക്കുന്നത്. സർക്കാർ ഭൂമി വിട്ടു നൽകുക അല്ലെങ്കിൽ സർക്കാർ ഭൂമി അന്യാധാനപ്പെട്ടു പോകുന്നതിന് വേണ്ടിയുള്ള യാതൊരു നടപടിക്രമങ്ങളിലേക്കും കൂട്ടുനിൽക്കുന്ന നടപടികൾ ഒന്നും തന്നെ ഇവിടെ പ്രാദേശിക രാഷ്ട്രീയ തലത്തിൽ ഉണ്ടായിട്ടില്ല. എന്നാൽ സർക്കാർ തലത്തിൽ വലിയ സഹായങ്ങൾ കയ്യേറ്റക്കാർക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ള സൂചനയാണ് നിലവിലത്തെ സംഭവവികാസങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഭൂമി തന്റെ പേരിൽ ലഭിച്ച ഒരു വ്യക്തി, എറണാകുളം സ്വദേശിയായ ഒരു വ്യക്തി, അദ്ദേഹം വലിയ രാഷ്ട്രീയ സ്വാധീനമുള്ള, വലതുപക്ഷ രാഷ്ട്രീയ സ്വാധീനമുള്ള ഒരു വലിയ വ്യവസായിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഈ രാഷ്ട്രീയ ഇടപെടൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്വാധീനത്തിൽ അടിമപ്പെട്ടുകൊണ്ടായിരിക്കാം ഒരു തരത്തിൽ സംസ്ഥാന സർക്കാർ തലത്തിലുള്ള ചില പ്രമുഖരായിട്ടുള്ള നേതാക്കളുടെ ഇടപെടൽ കൂടിയാകാം ജില്ലാ കളക്ടറെ ഈ ഭൂമി വീണ്ടെടുക്കുന്നതിൽ നിന്നും പിന്തിരിപ്പിക്കുന്ന നടപടിയിലേക്ക് കാര്യങ്ങൾ പോയത്. എന്തായാലും ഉദ്യോഗസ്ഥ തലത്തിൽ വലിയ തോതിലുള്ള ഒത്താശ, പ്രത്യേകിച്ച് റവന്യൂ ഡിപ്പാർട്ട്മെന്റ്, സർവേ ഡിപ്പാർട്ട്മെന്റിന്റെ ഉദ്യോഗസ്ഥരിൽ നിന്നും ഭൂമി കയ്യേറ്റവുമായി ബന്ധപ്പെട്ട് വലിയ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തഹസീൽദാരുടെ റിപ്പോർട്ടിൽ നിന്നും വായിച്ചെടുക്കാൻ കഴിയും. എന്നാൽ നാളിതുവരെ ഇതെല്ലാം കണ്ടെത്തിയിട്ടും നാളിതുവരെ ഇത്തരത്തിൽ കയ്യേറ്റക്കാർക്ക് കൂട്ടുനിന്ന സർവേ ഉദ്യോഗസ്ഥർക്ക് പോലും വകുപ്പ് തല നടപടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള കാരണം കാണിക്കൽ നോട്ടീസ് പോലും ഈ അവസരം വരെ ജില്ലാ കളക്ടറേറ്റിൽ നിന്നും, ജില്ലാ കളക്ടറാണ് ഇത് നൽകേണ്ടത്, അദ്ദേഹം നൽകിയിട്ടില്ല എന്നുള്ളതും വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. ഒപ്പം തന്നെ ഭൂമി കയ്യേറിയിട്ടുണ്ട്, കയ്യേറ്റം നടന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയതിനു ശേഷവും അത് ഉണ്ടാകാനുള്ള ഈ കാലതാമസത്തിലും വലിയ സംശയങ്ങളും ദുരൂഹതകളും നിലനിൽക്കുന്നുണ്ട്. വ്യക്തമാണ്. ശ്രീ ജോണാണ് വിശദാംശങ്ങൾ നൽകിയത്. കയ്യേറ്റം സംബന്ധിച്ച വാർത്ത പുറത്തുവിട്ടത്. പീപ്പിൾ എക്സ്ക്ലൂസീവ്. ലോകോത്തര ടെന്നീസ് താരം സ്റ്റെഫി ഗ്രാഫിന്റെ പേരിൽ ഉമ്മൻചാണ്ടിയുടെ തട്ടിപ്പ്. കേരള ആയുർവേദത്തിന്റെ ബ്രാൻഡ് അംബാസഡർ ആക്കിയത് സ്റ്റെഫി അറിയാതെ. പ്രഖ്യാപനം നടത്തിയത് മുഖ്യമന്ത്രി നേരിട്ട്. സ്റ്റെഫിയുടെ വെബ്സൈറ്റിൽ കേരള ആയുർവേദമില്ല. ഇതിഹാസ ടെന്നീസ് താരം സ്റ്റെഫി ഗ്രാഫിനെ ആയുർവേദത്തിന്റെ ബ്രാൻഡ് അംബാസഡറാക്കാൻ തീരുമാനിച്ചത് 2015 ജൂൺ 24 ചേർന്ന ക്യാബിനറ്റ് യോഗമാണ്. ക്യാബിനറ്റ് യോഗത്തിനു ശേഷം മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ഇങ്ങനെ: പിന്നെ വിസിറ്റ് കേരള സ്കീമിൻ്റെ ഭാഗമായി ആയുർവേദ ബ്രാൻഡ് അംബാസിഡർ അവരുമായിട്ട് ധാരണയായി ഡിസ്കസ് ചെയ്തിട്ടാണ്. ഇനി സ്റ്റെഫി ഗ്രാഫിന്റെ വെബ്സൈറ്റിലേക്കൊന്ന് നോക്കുക. താൻ ബ്രാൻഡ് അംബാസിഡറായ കമ്പനികളുടെ പേര് വിവരം സ്റ്റെഫി ഗ്രാഫിന്റെ തന്നെ വെബ്സൈറ്റിൽ പറയുന്നത് ഇങ്ങനെ: ലോകപ്രശസ്ത ഷൂ ആൻഡ് ആക്സസറീസ് നിർമ്മാതാക്കളായ അഡിഡാസ്, വാച്ച് നിർമ്മാതാക്കളായ ലോൺലിനസ്, ജർമ്മനിയിലെ പ്രമുഖ ഫിറ്റ്നസ് ക്ലബ്ബായ മിസ്റ്റർ സ്പോർട്ടി, പ്രമുഖ പ്രകൃതിദത്ത തേയില നിർമ്മാതാക്കളായ ടീ കൈനി എന്നിവയുടെ ബ്രാൻഡ് അംബാസിഡറാണ് താനെന്ന് സ്റ്റെഫി ഗ്രാഫ് തന്നെ പറയുന്നുണ്ട്. എന്നാൽ അതിലെവിടെയും താൻ കേരള ആയുർവേദത്തിൻ്റെ ബ്രാൻഡ് അംബാസിഡറാണെന്ന് പറയുന്നില്ല. ഭർത്താവും ഇതിഹാസ ടെന്നീസ് താരവുമായ ആന്ദ്രെ അഗാസിക്കൊപ്പം അമേരിക്കയിലെ ലേസ് വെഗാസിൽ താമസിക്കുന്ന സ്റ്റെഫി ഗ്രാഫ് താൻ കേരളമെന്ന സംസ്ഥാനത്തിൻ്റെ ആയുർവേദത്തിൻ്റെ ബ്രാൻഡ് അംബാസിഡറായതിനെപ്പറ്റി ബോധവതിയേ അല്ല. ടൂറിസം വകുപ്പിലെ ഒരു ഉന്നതനുമായി ഞങ്ങൾ ഫോണിലൂടെ സംസാരിച്ചപ്പോൾ ഇക്കാര്യം അറിയിക്കുന്നതിനായി തങ്ങൾ സ്റ്റെഫി ഗ്രാഫിൻ്റെ മാനേജറെ ബന്ധപ്പെട്ടിരുന്നു. എന്നാൽ നാളിതുവരെ സ്റ്റെഫി ഗ്രാഫുമായി നേരിൽ സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് അദ്ദേഹം പീപ്പിൾ ടിവിയോട് പറഞ്ഞു. ഒരു അന്താരാഷ്ട്ര പ്രശസ്തയായ കായിക താരത്തെ കേരള ആയുർവേദത്തിൻ്റെ ബ്രാൻഡ് അംബാസിഡറാക്കിയത് അവർ അറിഞ്ഞിട്ടേയില്ല എന്നത് ഒരേ സമയം ചിരിക്കാനും ചിന്തിക്കാനും വക നൽകുന്ന കാര്യമാണ്. എന്തിനും ഏതിനും മുട്ടാപ്പോക്ക് ന്യായം പറയുന്ന മുഖ്യമന്ത്രി ഈ വാർത്തയെപ്പറ്റി അറിഞ്ഞതായി ഭാവിച്ചില്ലെന്ന് വന്നേക്കാം. എന്നാൽ ഇതിഹാസ താരത്തെ ഇല്ലാത്ത ബ്രാൻഡ് അംബാസഡറിൻ്റെ വിഡ്ഢിവേഷം കെട്ടിച്ച് നാണം കെടുത്തിയതിന് കേരളത്തിനു വേണ്ടി ഞങ്ങൾ സ്റ്റെഫി ഗ്രാഫിനോട് മാപ്പ് പറയുന്നു. എസ് ജീവൻകുമാർ, തിരുവനന്തപുരം. പിളർപ്പിന് ശേഷമുള്ള കേരള കോൺഗ്രസ് എമ്മിൻ്റെ ആദ്യ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം ഇന്ന് വൈകിട്ട് കോട്ടയത്ത് ചേരും.
ഫ്രാൻസിസ് ജോർജിന്റെ കൊഴിഞ്ഞുപോക്ക് സൃഷ്ടിച്ച ആഘാതം, സീറ്റ് വിഭജനം തുടങ്ങിയ വിഷയങ്ങൾ സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ ചർച്ചയാകും. ജോർജിനെ പിന്തുണച്ച് കൂടുതൽ നേതാക്കൾ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചു പോകുന്ന സാഹചര്യത്തിലാണ് പാർട്ടി ചെയർമാൻ കെ.എം. മാണിയുടെ അധ്യക്ഷതയിൽ കേരള കോൺഗ്രസ് എം സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം കോട്ടയത്ത് ചേരുന്നത്. തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കൽ എത്തിയപ്പോഴുണ്ടായ പിളർപ്പ് കനത്ത ആഘാതമാണ് മാണി വിഭാഗത്തിന് ഉണ്ടാക്കിയിട്ടുള്ളത്. വൈകാതെ തന്നെ പി.ജെ. ജോസഫും ഫ്രാൻസിസ് ജോർജിനൊപ്പം ചേരുമെന്ന ഊഹാപോഹങ്ങളും മാണി വിഭാഗത്തെ കൂടുതൽ അസ്വസ്ഥപ്പെടുത്തുന്നു. അതിനിടെയാണ് പൂഞ്ഞാർ, ഏറ്റുമാനൂർ, കുട്ടനാട് സീറ്റുകൾ തിരികെ നൽകണമെന്ന ആവശ്യം ഉഭയകക്ഷി ചർച്ചയിൽ കോൺഗ്രസ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. നിരവധി ഭാഗ്യാന്വേഷികളും സീറ്റ് മോഹികളുമുള്ള കേരള കോൺഗ്രസിൽ പ്രവർത്തകരുടെ കൊഴിഞ്ഞുപോക്ക് പ്രതിസന്ധി മൂർച്ഛിക്കുന്നതിനിടെ പൂഞ്ഞാർ, കുട്ടനാട് സീറ്റുകൾ കോൺഗ്രസ് തിരിച്ചെടുത്താൽ അത് കെ.എം. മാണിക്ക് കനത്ത തിരിച്ചടിയാകും. നിലവിലെ സീറ്റുകൾ സംരക്ഷിച്ചില്ലെങ്കിൽ കൂടുതൽ നേതാക്കൾ പാർട്ടി വിടും. പ്രതിരോധത്തിലായ പാർട്ടിയെ പ്രതിസന്ധിയിൽ നിന്ന് കരകയറ്റാനുള്ള മാർഗങ്ങളും സമവായങ്ങളുമാണ് ഇന്ന് ചേരുന്ന സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ രൂപപ്പെടുത്തുക. ടി.പി. പ്രശാന്ത്, ന്യൂസ് ബ്യൂറോ, കോട്ടയം. കോൺഗ്രസ് പാർട്ടിയുടെ ശാപമായിട്ടുള്ള നേതാക്കന്മാരെ പാർട്ടിയെ സ്നേഹിക്കുന്നവർ കല്ലെറിയണമെന്ന് KSU കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ പ്രമേയം. സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥികളും സീറ്റ് മോഹികളും കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് താൻ സ്ഥാനാർത്ഥിയായാൽ എത്ര വോട്ട് നേടാനാകുമെന്ന് ചിന്തിക്കണമെന്നും KSU മുന്നറിയിപ്പ് നൽകി. ജില്ലയിലെ ഒരു കൂട്ടം കോൺഗ്രസ് നേതാക്കന്മാർ UDF പ്രവർത്തകരുടെ ഐക്യം നശിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് ഒളിവിലിരുന്ന് ചരടുവലിക്കുന്നുവെന്ന് KSU പ്രമേയത്തിലൂടെ കുറ്റപ്പെടുത്തി. സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥികളും സീറ്റ് മോഹികളും പരസ്യ പ്രസ്താവനകളും കവല പ്രസംഗങ്ങളും പോസ്റ്റർ പ്രചരണങ്ങളും സീറ്റിനെ പരിഗണിക്കുന്നവർക്കെതിരെ നുണപ്രചരണങ്ങൾക്കായി ഉപയോഗിക്കുന്നുവെന്നും KSU പ്രമേയത്തിലൂടെ പറയുന്നു. ഫേസ്ബുക്കിലും വാട്സാപ്പിലും കുറെ സ്ഥാനാർത്ഥികളുടെ പ്രളയം. അവർ കണ്ണാടിയുടെ മുന്നിൽ നിന്നുകൊണ്ട് സ്വന്തമായി ചിന്തിച്ചു നോക്കണം, ഞാൻ നിന്ന് കഴിഞ്ഞാൽ എത്ര വോട്ട് കിട്ടും എന്നുള്ള കാര്യം വ്യക്തമായി ചിന്തിച്ചിട്ട് വേണം മുന്നോട്ട് വരണം എന്നുള്ള കാര്യം KSU വളരെ വ്യക്തമായി അടിവരയിട്ടുകൊണ്ട് പറയുവാനുള്ളതാണ്. പുതിയൊരു നേതൃത്വത്തിലേക്കാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. കഴിവുള്ളവരെയും ജനപിന്തുണയുള്ളവരെയും പാർട്ടി സ്ഥാനാർത്ഥിയാക്കണം. സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥികളും സീറ്റ് മോഹികളും വീട്ടിലുള്ള കണ്ണാടിയുടെ മുന്നിൽ ചെന്ന് നിന്ന് സ്വയം ചോദിക്കുക, തനിക്ക് എത്ര വോട്ട് നേടാനാകുമെന്ന്. അർഹതയുള്ളവർ സ്ഥാനാർത്ഥികളാകണം. സീറ്റിനായി പണം കൊടുത്തും സ്വാധീനം ചെലുത്തിയും വാങ്ങാൻ ശ്രമിക്കുന്നവരെയും പരസ്യ വിഴുപ്പലക്കൾ നടത്തുന്നവരെയും പാർട്ടിയെ സ്നേഹിക്കുന്നവർ കല്ലെറിയണമെന്നും KSU ആഹ്വാനം ചെയ്തു. രാജ്കുമാർ, ന്യൂസ് ബ്യൂറോ, കൊല്ലം. പത്തനംതിട്ട ജില്ലയിലെ ആറന്മുള മണ്ഡലത്തിൽ മത്സരിക്കാനായി DCC പ്രസിഡന്റും MLAയും തമ്മിൽ ശക്തമായ മത്സരം. ശിവദാസൻ നായർ MLAയുടെ പ്രവർത്തനം അത്ര തൃപ്തികരമല്ലെന്നാണ് ജില്ലയിലെ പല കോൺഗ്രസ് നേതാക്കളുടെ അഭിപ്രായം. മാത്രമല്ല, DCC KPCCക്ക് നൽകിയ ലിസ്റ്റിൽ പ്രധാന പരിഗണനയും DCC പ്രസിഡന്റിനാണ് നൽകിയിരിക്കുന്നത്. സീറ്റ് ചർച്ച തകൃതിയായി നടക്കുന്ന പത്തനംതിട്ട ജില്ലയിലെ ആറന്മുള മണ്ഡലത്തിനായി ശക്തമായ മൽപ്പിടുത്തം നടക്കുന്നത് DCC പ്രസിഡന്റും സ്ഥലം MLAയും തമ്മിലാണ്. മൽപ്പിടുത്തം ആറന്മുള മണ്ഡലത്തിൽ UDF ടിക്കറ്റിൽ മത്സര രംഗത്തെത്താനാണെന്ന് മാത്രം. DCC പ്രസിഡന്റായിരുന്ന ഘട്ടത്തിലാണ് A ഗ്രൂപ്പ് പ്രതിനിധിയായി ശിവദാസൻ നായർ ആറന്മുള മണ്ഡലത്തിൽ മത്സരിക്കുന്നതും MLA ആകുന്നതും. MLAയുടെ പ്രവർത്തനങ്ങൾ അത്ര തൃപ്തികരമല്ല എന്നാണ് പാർട്ടിക്കകത്തുനിന്ന് തന്നെയുള്ള സംസാരം. മാത്രവുമല്ല, ആറന്മുള വിമാനത്താവള വിഷയത്തിൽ ജനവികാരത്തിനെതിരെ നിന്നതിന് ജനങ്ങൾ MLAയെ പരസ്യമായി കൈകാര്യം ചെയ്തിട്ടുള്ളതുമാണ്. അതോടൊപ്പം തന്നെ ബജറ്റ് അവതരണ സമയത്ത് നിയമസഭാ ഹാളിനകത്ത് വെച്ച് വനിതാ MLAമാരെ അപമാനിക്കാൻ ശ്രമിച്ചതിന് MLAയുടെ പേരിൽ കേസും നിലവിലുണ്ട്. ഇതെല്ലാം വരുന്ന തെരഞ്ഞെടുപ്പിൽ എതിരാളികൾ ശക്തമായി കൊണ്ടുവരും എന്നതിനാലാണ് ശിവദാസൻ നായർക്ക് പകരം DCC പ്രസിഡന്റ് മോഹൻരാജിനെ മത്സരരംഗത്ത് കൊണ്ടുവരണമെന്ന് ചിലർ ആവശ്യപ്പെടുന്നത്. DCC KPCCക്ക് അയച്ച ലിസ്റ്റിൽ മോഹൻരാജിന്റെ പേരുമുണ്ട്. ഇതിനിടെ തനിക്ക് വീണ്ടും മത്സരിക്കണമെന്ന് ശിവദാസൻ നായർ KPCCയോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. മലപ്പുറം ജില്ലയിലെ കോൺഗ്രസിന്റെ 4 സീറ്റുകളിൽ സ്ഥാനാർത്ഥി സാധ്യതാ പട്ടികയിൽ 7 പേർ. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി നൽകിയ പട്ടികയിൽ വണ്ടൂരിൽ മാത്രമാണ് ഒരാളുടെ മാത്രം പേരുള്ളത്. സ്ഥാനാർത്ഥി ചർച്ച നീണ്ടുപോയാൽ തിരിച്ചടിയാകുമെന്ന് ജില്ലാ നേതൃത്വം KPCCയെ അറിയിച്ചു. മലപ്പുറം ജില്ലയിൽ 16 മണ്ഡലങ്ങളിൽ 4ഇടത്താണ് കോൺഗ്രസിന് സീറ്റ് നൽകുന്നത്. വണ്ടൂർ, നിലമ്പൂർ, തവനൂർ, പൊന്നാനി സീറ്റുകൾ. സംവരണ മണ്ഡലമായ വണ്ടൂരിൽ മാത്രമാണ് ഇതുവരെ സ്ഥാനാർത്ഥി സംബന്ധിച്ച ഏകദേശ ധാരണയായത്. മന്ത്രി AP അനിൽകുമാർ തന്നെ തുടരും. ആര്യാടൻ മുഹമ്മദ് വിജയിച്ച നിലമ്പൂർ സീറ്റിൽ 2 പേരുകളുണ്ട്. ആര്യാടൻ്റെ മകനും മുൻ നഗരസഭാ ചെയർമാനുമായിരുന്ന ആര്യാടൻ ഷൗക്കത്ത്, KPCC ജനറൽ സെക്രട്ടറി VV പ്രകാശ് എന്നിവർ. ഷൗക്കത്തിന് രാഹുൽ ഗാന്ധിയുടെയും പ്രകാശിന് KPCCയുടെയും AK ആന്റണിയുടെയും ഉറപ്പ് കിട്ടിയിട്ടുണ്ടെന്നാണ് പറയുന്നതെങ്കിലും നിലമ്പൂരിലെ സ്ഥാനാർത്ഥി ആരെന്നറിയാൻ ഇനിയും കാത്തിരിക്കേണ്ടി വരും. ആര്യാടൻ ഷൗക്കത്തിന് സ്ഥാനാർത്ഥിയാക്കി VV പ്രകാശിന് DCC പ്രസിഡന്റ് സ്ഥാനം നൽകി അനുനയിപ്പിക്കാനുള്ള ശ്രമവും നടക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ നിലവിലെ DCC പ്രസിഡന്റ് E മുഹമ്മദ് കുഞ്ഞി തവനൂരിൽ മത്സരിക്കും. മുൻ പാർലമെന്റ് അംഗം C ഹരിദാസിന്റെ പേരും തവനൂരിൽ ഉയരുന്നുണ്ട്. പൊന്നാനിയിലെ സീറ്റിൽ PT അജയ് മോഹനും MV ശ്രീധരനുമാണ് മുൻനിരയിൽ.
ഉള്ള 4 സീറ്റിൽ 2 തോൽവി മറികടക്കാമെന്ന ആത്മവിശ്വാസത്തിലാണ് നേതൃത്വം. പരാജയപ്പെട്ട 2 മണ്ഡലങ്ങളും തിരിച്ചു പിടിക്കാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസമാണ് പാർട്ടിക്കുള്ളത്. പ്രത്യേകിച്ച് കഴിഞ്ഞ UDF ഗവൺമെൻറ് ഒരു കാലത്തും കേരളത്തിൽ നടക്കാത്ത വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ഒരു ഗവൺമെൻറ്റാണ് കേരളത്തിൽ കഴിഞ്ഞ 4.25 വർഷവും ഭരണം നടത്തിയത്. സ്ഥാനാർത്ഥി ചർച്ച നീണ്ടുപോയാൽ തിരിച്ചടിയാകുമെന്നും ജില്ലാ നേതൃത്വം ആശങ്കപ്പെടുന്നു. KT സ്വാലിഹ്, മലപ്പുറം. പാലക്കാട് തൃത്താലയിലെ പനമ്പറ്റ പട്ടികജാതി കോളനി സ്വയം പര്യാപ്ത ഗ്രാമം പദ്ധതിയിൽ വൻതുക വെട്ടിപ്പ് നടന്നതായി ആക്ഷേപം. 1 കോടി രൂപ ചെലവഴിച്ച് 93 കുടുംബങ്ങൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ലഭ്യമാക്കുമെന്നായിരുന്നു പ്രഖ്യാപനം. 3 വർഷം മുമ്പ് സംസ്ഥാന സർക്കാർ കൊട്ടിഘോഷിച്ച് തുടക്കം കുറിച്ച സ്വയം പര്യാപ്ത ഗ്രാമം പദ്ധതിയാണ് തൃത്താല പനമ്പറ്റ പട്ടികജാതി കോളനിയിൽ എവിടെയും എത്താതെ നിൽക്കുന്നത്. 1 കോടി രൂപ ചെലവിട്ട് റോഡ്, കുടിവെള്ളം, ഡ്രൈനേജ് നിർമ്മാണം, വീടിൻ്റെ അറ്റകുറ്റപ്പണി എന്നീ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുകയായിരുന്നു പദ്ധതിയുടെ ലക്ഷ്യം. നടത്തിപ്പ് ചുമതല ഫോറസ്റ്റ് ഇൻഡസ്ട്രീസ് ട്രാവൻകൂർ ലിമിറ്റഡിന് നൽകി. എന്നാൽ 3 വർഷം കഴിഞ്ഞിട്ടും കോളനിയുടെ അവസ്ഥയ്ക്ക് മാറ്റമൊന്നും വന്നിട്ടില്ല. രേഖകളിൽ 1100 മീറ്റർ വഴി കോൺക്രീറ്റ് ചെയ്തെന്നാണ് പറയുന്നത്. 400 മീറ്റർ പോലും കോൺക്രീറ്റ് ചെയ്തിട്ടില്ലെന്നതാണ് യാഥാർത്ഥ്യം. 25,000 ലിറ്റർ സംഭരണശേഷിയുള്ള വാട്ടർ ടാങ്ക് പണി കഴിപ്പിച്ചിട്ടുണ്ട്. ഇതിലേക്കാവശ്യമായ കുഴൽക്കിണർ നിർമ്മാണമോ പൈപ്പിടലോ തുടങ്ങിയില്ല. പേരിന് കുറച്ച് വീടുകളുടെ അറ്റകുറ്റപ്പണി നടത്തി പദ്ധതി നടപ്പാക്കിയവർ സ്ഥലം വിട്ടെന്ന് പനമ്പറ്റ കോളനിയിലെ ഗുണഭോക്താവായ സത്യഭാമ പറഞ്ഞു. ഞങ്ങളുടെ വീട് ഇപ്പോൾ 1 കോടിയിൽ പെടുന്ന പറഞ്ഞത് ചെയ്തു ഒരു 50,000 രൂപ ഉണ്ട് വീടിന് പാസ്സായിട്ട് പറഞ്ഞു. പക്ഷേ ഞങ്ങളുടെ വീട്ടിൽ ഒരു 5,000 രൂപ ഉണ്ടാവില്ല. എന്താ വെച്ചാൽ ഒരു 10 ഓടും 4 പട്ടിക മാറ്റിയിട്ടുള്ളൂ. ഞങ്ങൾ പറഞ്ഞു ബാക്കിയുള്ള പണികൾ ബാച്ചർ കുറേ എടുക്കേണ്ട ചെയ്തെന്നോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ചെയ്യാൻ പറ്റില്ല, ഇതിൻ്റെ ബാലൻസ് പൈസ മറ്റേ വീട്ടിലേക്കാണെന്ന് പറഞ്ഞു. ഞങ്ങളാവുന്നത് പറഞ്ഞു നോക്കി, ചെയ്തെന്നില്ല അവർ. നിർമ്മാണ പ്രവൃത്തികൾക്കിറക്കിയ സിമന്റും മറ്റു വസ്തുക്കളും ഉപയോഗശൂന്യമായി നശിച്ചു. സ്വയം പര്യാപ്ത ഗ്രാമം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയതിനാൽ പനമ്പറ്റ കോളനിയിൽ ത്രിതല പഞ്ചായത്തുകളുടെ വികസന പ്രവർത്തനങ്ങളൊന്നും എത്തുന്നുമില്ല. AK ലതീഷ്, പാലക്കാട്. മലയാള ചലച്ചിത്ര ലോകത്തിന് നിരവധി ഹിറ്റുകൾ സമ്മാനിച്ച ഉദയ പിക്ചേഴ്സ് പുനർജനിക്കുന്നു. ഉദയയുടെ 3ാം തലമുറക്കാരനായ കുഞ്ചാക്കോ ബോബനാണ് 30 വർഷത്തിന് ശേഷം ഉദയ പിക്ചേഴ്സിന്റെ ബാനറിൽ ചിത്രം നിർമ്മിക്കുന്നത്. സിദ്ധാർത്ഥ് ശിവ സംവിധാനം ചെയ്ത് കുഞ്ചാക്കോ ബോബൻ നായകനാകുന്ന ചിത്രം ഓണത്തിന് തിയേറ്ററുകളിൽ എത്തും. 74 വർഷക്കാലം വെള്ളിത്തിരയിൽ നിറഞ്ഞു നിന്നിരുന്ന ഉദയ പിക്ചേഴ്സ് എന്ന പേര് വീണ്ടും മലയാളികൾക്ക് മുന്നിൽ എത്തുകയാണ്. 1949 പുറത്തിറങ്ങിയ വെള്ളി നക്ഷത്രമായിരുന്നു ഉദയയുടെ ആദ്യ ചിത്രം. ചിത്രം പരാജയപ്പെട്ടെങ്കിലും 1951 നിർമ്മിച്ച ജീവിത നൗക സൂപ്പർ ഹിറ്റായിരുന്നു. തുടർന്നിങ്ങോട്ട് 1986 വരെ ഉദയയുടെ പ്രതാപകാലമായിരുന്നു. 66 ചിത്രങ്ങൾ ഇതിനിടെ ഉദയ നിർമ്മിച്ചു. 3 പതിറ്റാണ്ടിന് ശേഷം ഉദയയിലെ ഇളം തലമുറക്കാരനായ കുഞ്ചാക്കോ ബോബനാണ് ഉദയയെ പുനരുജ്ജീവിപ്പിക്കുന്നത്. കൊച്ചവ്വ പൗലോ അയ്യപ്പ കൊയിലോ എന്ന മലയാള ചിത്രമാണ് ഉദയ പിക്ചേഴ്സിൻ്റെ ബാനറിൽ നിർമ്മിക്കുന്നത്. എളുപ്പം ഒരു സിനിമ ചെയ്യുക എന്നതിനേക്കാൾ ഉപരി നല്ലൊരു സിനിമ ചെയ്യുക എന്നുള്ള ഒരു കാര്യത്തിൽ എനിക്ക് ഭയങ്കര നിർബന്ധമുണ്ടായിരുന്നു. നല്ല സിനിമകൾ മാത്രം ഇതുവരെ എടുത്തിട്ടുള്ള സിദ്ധാർത്ഥ് ശിവ എന്ന സംവിധായകനിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഉദയ തിരിച്ച് വീണ്ടും സിനിമാ നിർമ്മാണത്തിലേക്ക് വരുന്നത്. ജീവിതത്തെ പോസിറ്റീവായി കാണുക എന്നതാണ് സിനിമയുടെ സന്ദേശമെന്ന് ചിത്രത്തിൻ്റെ സംവിധായകൻ സിദ്ധാർത്ഥ് ശിവ പറഞ്ഞു. എല്ലാ സിനിമയും ഞാൻ കൊമേഴ്ഷ്യലായിട്ട് ഓടണം എന്ന് ആഗ്രഹിച്ചെടുക്കുന്ന സിനിമകളാണ്. അതുകൊണ്ട് അവാർഡൊക്കെ കിട്ടി അങ്ങനെ വലിയ കാര്യമായിട്ട് ഓടാതെ പോയി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കുഞ്ചാക്കോ ബോബൻ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ചിത്രത്തിൽ നെടുമുടി വേണു, KPSC ലളിത, മുകേഷ്, മണിയമ്പിള്ള രാജു തുടങ്ങിയവരും വേഷമിടുന്നു. ഈ മാസം 14 ചിത്രീകരണം തുടങ്ങുന്ന ഉദയയുടെ 67ാമത് ചിത്രം ഓണത്തിന് തിയേറ്ററുകളിലെത്തും. ന്യൂസ് ബ്യൂറോ, കൊച്ചി.